ഇതിൽ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ വടകര പറയുന്ന രാഷ്ട്രീയം എന്താണ്? വടകരയിൽ മാറി മറിഞ്ഞ വിവാദങ്ങൾ നിരവധി ഉണ്ടായതാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അതൊക്കെ ഇപ്പോഴും പ്രതിഫലിക്കുന്നുണ്ടോ വടകരയുടെ രാഷ്ട്രീയത്തിൽ? സജിത്ത്, അഭിലാഷ്, ഇലക്ഷൻ പൂരമാണ് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇലക്ഷൻ പൂരം, തെരഞ്ഞെടുപ്പ് പൂരം എന്നൊന്നുണ്ടെങ്കിൽ അത് വടകരയിലാണ്. ഇവിടെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പറയുന്നത് രാഷ്ട്രീയം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് ആവേശം, അതിന്റെ ചർച്ചകളിലാണ് ജനങ്ങൾ. നമ്മൾ പല മണ്ഡലങ്ങളിൽ പോയി, താരങ്ങളുള്ള മണ്ഡലങ്ങളിൽ പോയി, പക്ഷേ അവിടെയൊന്നും തെരഞ്ഞെടുപ്പ് ഈ രീതിയിൽ പ്രതിഫലിച്ചു കണ്ടില്ല. ഇവിടെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് മാത്രമാണ്, പ്രചരണം മാത്രമാണ്. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വന്നാൽ താര സ്ഥാനാർത്ഥികളുള്ള മണ്ഡലങ്ങൾ നമുക്ക് ഉണ്ട്. പക്ഷേ അവിടങ്ങളിലുള്ള താരങ്ങളല്ല ഇത്. രണ്ട് ജനപ്രതിനിധികളാണ്, രണ്ട് MLA-മാർ MP ആകാൻ മത്സരിക്കുന്ന വടകര മണ്ഡലത്തിൽ ജനപ്രതിനിധികളുടെ താരസാന്നിധ്യം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ജനങ്ങളുടെ താരമാകുന്നതെന്ന് നമുക്ക് കൺ തുറന്ന് കാണണം. അവരെത്തുന്ന രണ്ടിടങ്ങളിലും, ശൈലജ ടീച്ചർ എത്തുന്നിടത്തായാലും ഷാഫി എത്തുന്നിടത്തായാലും ജനങ്ങൾ ഇങ്ങനെ വന്ന് പൊതിയുകയാണ് രണ്ട് നേതാക്കളെയും എന്ന് പറയാം. അവരുടെ കൂടെ സെൽഫി എടുക്കാൻ, അവരുടെ കൈയൊന്ന് പിടിക്കാൻ വേണ്ടി ജനങ്ങൾ കൂട്ടം കൂടി എത്തുന്ന കാഴ്ചയാണ് വടകരയിൽ കാണുന്നത്. ജനപ്രതിനിധികൾ എങ്ങനെ താരങ്ങളാകുന്നു എന്നത് കാണണമെങ്കിൽ വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഇടങ്ങളിലേക്ക് നമ്മൾ എത്തണം. അത്രമാത്രം സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. നിപ്പ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്ന ആരോഗ്യമന്ത്രി, അതാണ് KK ശൈലജ ടീച്ചറെ ജനങ്ങളോട് അടുപ്പിക്കുന്ന കാര്യം. അതേസമയം ജനകീയനായ ഷാഫി പാലക്കാട് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം വടകരയിൽ എത്തിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുമായി അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വടകരയുടെ സ്വന്തം ഷാഫി എന്ന് UDF പറയുമ്പോൾ വടകര ശൈലജ ടീച്ചർക്കുള്ളതെന്നാണ് CPM-ന്റെ മുദ്രാവാക്യം. ആര് വടകര എടുക്കുമെന്നറിയാൻ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സജിത്ത് ഇവിടെ നടക്കുന്നത്. നമുക്ക് ജൂൺ 4 വരെ കാത്തിരുന്നാൽ മാത്രമേ അക്കാര്യത്തിലെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ജനങ്ങൾ ഇവിടെ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. കുറെ പേർ ഷാഫിക്ക്, അല്ലെങ്കിൽ പകുതി പേർ ഷാഫിക്ക്, പകുതി പേർ ശൈലജയ്ക്ക് എന്ന നിലയിൽ. BJP സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചോദ്യമുണ്ടാകും. നമ്മൾ ഇന്നലെ BJP കണ്ടിരുന്നു. വൻ താരങ്ങളായ രണ്ട് ജനപ്രതിനിധികൾ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ നിറം മങ്ങിപ്പോയോ എന്ന് ഞാൻ BJP സ്ഥാനാർത്ഥിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടില്ലേ? അവർ ചില വീഡിയോകളെ കുറിച്ച് പറയുന്നു, അശ്ലീലകരമായ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഞങ്ങളാണ് ഇവിടെ ജനകീയ വിഷയം പറയുന്നത്, ഞങ്ങൾ മാത്രമാണ് ജനകീയ വിഷയം പറയുന്നത്. അതുകൊണ്ട് അട്ടിമറി വിജയം നിങ്ങൾ കാണും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു, ആളെവിടെ കൂടുന്നു എന്നതല്ല, അട്ടിമറി വിജയം നിങ്ങൾ കാണും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ എന്നതാണ് BJP സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കിയത് അവർ മാത്രമാണെന്ന് പറയുന്നു. നമുക്കറിയാം, കണ്ണൂരിലും കോഴിക്കോടുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വടകര, 7 നിയമസഭാ മണ്ഡലങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന മണ്ഡലം. 96 മുതൽ 2004 വരെ ഇടതുപക്ഷത്തിന് ലോക്സഭയിലും പ്രാതിനിധ്യം നൽകിയ, മുൻതൂക്കം നൽകിയ മണ്ഡലം. പക്ഷേ അതിനുശേഷം ചിത്രം മാറി. 2004-ൽ സതീദേവി വലിയ ഭൂരിപക്ഷത്തിൽ, സംസ്ഥാനത്ത് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചു. അതിനുശേഷം പക്ഷേ LDF-ന് തകർച്ചയുടെ കാലമായിരുന്നു. ഏറ്റവും അവസാനം 2019-ൽ വടകര തിരിച്ചുപിടിക്കാൻ അവർ P. ജയരാജനെ ഇറക്കി. പക്ഷേ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. KS മുരളീധരനെ ഇറക്കി വടകര UDF നിലനിർത്തി. അതുപോലെ തന്നെയാണ് സർപ്രൈസ് കാൻഡിഡേറ്റായി ഇത്തവണ ഷാഫി പറമ്പിലൂടെ എത്തിയിരിക്കുന്നത്. ഷാഫി വരുന്നയിടങ്ങളിൽ വൻ ജനക്കൂട്ടമാണ്. ഇന്നലെ ഷാഫിയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ EVM-ൽ പതിയുമോ ഷാഫി എന്ന്. അപ്പൊ ഷാഫി പറഞ്ഞു, ഞാൻ സിനിമാ നടനൊന്നുമല്ല, ഞാൻ വരുന്നിടത്ത് ഇങ്ങനെ ആളുകൾ വന്ന് എന്നെ കണ്ടു മടങ്ങാൻ ഞാൻ സിനിമാ നടനൊന്നും അല്ലല്ലോ. ഇത് ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് എനിക്ക്, എന്റെ വിജയം ഉറപ്പാണ്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വടകരയിൽ വോട്ടെണ്ണുമ്പോൾ ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഷാഫി പറഞ്ഞത് അതൊക്കെ സത്യമാണ്, പക്ഷെ ജയിക്കുന്ന ഞങ്ങളായിരിക്കുമെന്ന കോൺഫിഡൻസ് ആണ്. അതേസമയം KK ശൈലജ ടീച്ചർ എന്ന ജനകീയ മുഖം CPM-ന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇവിടെ ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു മണ്ഡലം എന്ന് തന്നെ പറയാം വടകര. ടീച്ചറെ അങ്ങനെ നെഞ്ചോട് ചേർക്കുകയാണ് ആളുകൾ. കൊച്ചുകുട്ടികൾ പോലും പറയുന്നു, നിപ്പ വന്നപ്പോ നമുക്ക് ടീച്ചർ ഉണ്ടായിരുന്നല്ലോ, നിപ്പ വന്നപ്പോ ടീച്ചർ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതുപോലെ ജനങ്ങളുടെ മനസ്സിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും രക്ഷകയായി എത്തിയ ആരോഗ്യമന്ത്രി എന്ന ഒരു പ്രതിച്ഛായ KK ശൈലജ ടീച്ചറിനെ സംബന്ധിച്ചുണ്ട്. അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. LDF ക്യാമ്പ് വളരെ കോൺഫിഡൻസിലാണ്. രണ്ടിടങ്ങളിലും ജനങ്ങൾ വന്ന് മറിയുകയാണ് സജിത്ത്. കലാശക്കൊട്ട് നാളെയാണ്. പക്ഷേ ഇപ്പോൾ പോലും LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ എത്തുന്ന ഇടങ്ങൾ അതിന് സമാനമായ രീതിയിൽ വലിയ ആഘോഷങ്ങളിലാണ്. ഇവിടെ പല വിഷയങ്ങൾ, TP മുതൽ
ഏറ്റവും ഒടുവിൽ CAA വരെയുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നു. അതിനുശേഷം നമുക്കറിയാം പാനൂര് വന്നു. പാനൂര് TP-യുടെ ചർച്ചകൾ കൂടുതൽ സജീവമാക്കി. TP കേസിലെ കോടതി വിധി അത് വീണ്ടും സജീവമാക്കി. TP-യുടെ ചർച്ചകൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിലയിരുത്തലാകും ഇത്തവണത്തെയും തെരഞ്ഞെടുപ്പ് എന്ന തോതിൽ പോലും ചർച്ചകൾ നടക്കുന്നു. വിഷയങ്ങൾ മാറി മാറി വന്നു. ഏറ്റവും ഒടുവിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഷാഫി പറമ്പിൽ. പക്ഷേ എനിക്ക് അതിൽ നിന്നും ഒരു ആനുകൂല്യങ്ങളും ഈ വോട്ടെടുപ്പിൽ വേണ്ട എന്ന് ഷാഫി ആവർത്തിച്ച് പറയുന്നു. അതേസമയം ടീച്ചർ താൻ ഇതുവരെ ഇത്ര മ്ലേച്ഛമായ രീതിയിലുള്ള ഈ ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാക്കുകയാണ്. ഒരു തരത്തിലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് പറയുകയാണ്. ഇപ്പോഴുണ്ടാകുന്ന കോലാഹലങ്ങൾ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ തന്നെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ പോലും നിയമ നടപടികൾ നേരിടാൻ പാർട്ടിയും ടീച്ചർക്കൊപ്പമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പല പല വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്നു. ഇതൊക്കെയും ചർച്ച ചെയ്ത മണ്ഡലമാണ് വടകര. ചുവന്ന മണ്ണാണ് വടകരയുടേത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം തിരിച്ചു പിടിക്കുമോ ടീച്ചറിലൂടെ വടകര LDF എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഏറ്റവും അവസിൽ വന്ന നിരവധി വിഷയങ്ങളുണ്ട് വടകരയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നത്.